ഹലോ, ഉമ്മീസ് കുക്കിംഗ് ഡെൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോണത് കസ്റ്റാർഡ് പുഡിംഗ് ആണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ നമുക്കൊരു പാത്രം എടുക്കാം. കസ്റ്റാർഡ് പൗഡർ ആദ്യം ഇട്ട് കൊടുക്കാം. നമുക്കിതിൽ മധുരത്തിന് ആവശ്യമില്ല പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നമുക്ക് എത്രയും മധുരം വേണ്ടെന്ന് വിചാരിച്ചാൽ അത്ര ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഒരു 1.5 ഗ്ലാസ് പാലാണ്, അത് വെച്ച് കൊടുക്കാം. നല്ല മിക്സ് ആക്കുക. നമുക്ക് കുറച്ച് വാനില എസൻസ് ഒറ്റിച്ച് കൊടുക്കാം. നല്ല മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്യണം. നമ്മൾ പഞ്ചസാരയൊക്കെ ഇതിനെ നല്ല മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല അലിഞ്ഞു പോകണം. നമുക്ക് സ്റ്റൗവിൽ വെച്ചെടുക്കാം. അങ്ങനെ നമ്മൾ സ്റ്റൗവിലൊക്കെ വെച്ചെടുത്തു. ഇനി നമ്മൾ കൈയെടുക്കാതെ ഇറക്കി കൊടുക്കണം. എൻ്റെ ചാനലിൽ പോയാൽ വേറെ റെസിപ്പികളുണ്ട്, എല്ലാതും കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കൊണ്ടും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടും ബെല്ലേക്കിനും ക്ലിക്ക് ചെയ്യുകൊണ്ടും അതിൻ്റെ അടുത്തുള്ള ഓൾ എന്ന ബട്ടണും ക്ലിക്ക് ചെയ്യുകൊണ്ടും. എന്നാലേ ഞാനിതിന് ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മൾ കസ്റ്റാർഡ് റെഡിയായി. നമുക്കിത് പാത്രത്തിൽ വെച്ച് കൊടുക്കാം. തീ ഓഫ് ആക്കിയിട്ട് നമുക്ക് നമ്മളെ കസ്റ്റാർഡ് പുഡിങ് വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സിമ്പിളായിട്ടുള്ള പുഡിങ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി കുറച്ച് ചൂട് പോയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അങ്ങനെ നമ്മളെ വാനില കസ്റ്റാർഡ് പുഡിങ് റെഡി. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മളെ വാനില കസ്റ്റാർഡ് പുഡിങ് റെഡി. നമ്മൾ വേറെ പാത്രത്തിലൊക്കെ മാറ്റി കൊടുത്തു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കന് ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത രൂപമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.